അൽ ഗീബത്തു അശദ്ദു മിനസ് സിന വകൈഫ ഖാല അർറജുലു യസ്നി ثم يتوب الله عليه وإن صاحب الغيبة لا يغفر له حتى يغفر له صاحبه. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ നാമനിർദ്ദേശ പത്രികകളൊക്കെ സമർപ്പിച്ച് വോട്ടിൻ്റെയും തെരഞ്ഞെടുപ്പിൻ്റെയും ഒക്കെ തിരക്കിലാണ് എല്ലാവരും. ഈ സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഹദീസാണ് ഉണർത്തുന്നത്. താൽക്കാലിക ലാഭത്തിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടി അധികവും മറ്റുള്ള ആളുകളെ രഹസ്യങ്ങളൊക്കെ ചൂഴ്ന്നെടുത്ത് പരസ്യമാക്കുകയും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യ സഹജമായി ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉയർത്തിപ്പൊക്കി അതൊക്കെ പൊക്കിപ്പിടിച്ച് സമൂഹ മധ്യത്തിൽ താറടിക്കുകയും ചെയ്യുന്ന പ്രവണത സജീവമാകൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ സമയങ്ങളിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈമാനും നമ്മുടെ ആഹാരവും പരാജയപ്പെടുത്തിയിട്ട് ഈ ക്ഷണികമായ താൽക്കാലികമായ ദുനിയാവിലെ അല്പവിജയത്തിന് എന്താണ് നമുക്കതുകൊണ്ടൊരു ഹൈറുള്ളത്? നബി തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഗീബത്തു അശദ്ദു മിനസ് സിന. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ കല്യാണശേഷം തെറ്റ് ചെയ്താൽ എറിഞ്ഞു കൊല്ലണം എന്നാണ്. എറിഞ്ഞു കൊല്ലപ്പെടേണ്ട തെറ്റാണ്. ഈ ദുനിയാവിൽ ജീവിക്കാൻ പോലും അവകാശമില്ല. ഈ ഭൗതിക ലോകത്ത് ഭൂമിയുടെ മുഖത്ത് ജീവിക്കാൻ, ഭൂമിയുടെ മുകളിൽ ജീവിക്കാൻ പോലും അർഹതല്ല. എറിഞ്ഞു കൊല്ലണം. അത്തരത്തിലുള്ള തെറ്റാണ് വ്യഭിചാരം. അതിനേക്കാളും കഠോരമാണ് അൽ ഗീബത്തു, പരദൂഷണം എന്നുള്ളത്. മറ്റുള്ള ആളുകളുടെ ഗീബത്തിൽ അവരില്ലാതിരിക്കുമ്പോൾ അവരെ കുറ്റങ്ങളും കുറവുകളും പറയുന്ന ഗീബത്ത് എന്നുള്ളത് അശദ്ദു, കഠോരമാണ് മിനസ് സിന, വ്യഭിചാരത്തിനേക്കാൾ. ഇത് കേട്ടപ്പോൾ തന്നെ സ്വഹാബത്തിന് അത്ഭുതം. അതിന് മാത്രമൊക്കെ ഉണ്ടോ ഈ ഗീബത്ത് എന്ന് പറഞ്ഞ സംഗതി? ഒരു മനുഷ്യനെ പറ്റി ഏഷണി പറയൽ വ്യഭിചാരത്തിനേക്കാളും കഠോരാണോ? സ്വഹാബത്ത് ചോദിച്ചു, കൈഫ, എങ്ങനെ നബിയെ? അതെങ്ങനെ പിന്നെ നബിയെ? അത്രത്തോളം കണ്ടെന്ന് പറയാൻ കാരണം എന്താ? വ്യഭിചാരം എന്നുള്ളത് വലിയ തെറ്റാണ്. അതിനേക്കാളും ഗൗരവമാണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യനെ ഏഷണി പറയാം. അതെന്താ അങ്ങനെ? അപ്പൊ കാലനിബിതങ്ങൾ പറഞ്ഞു, അർറജുൽ, ഒരു മനുഷ്യൻ യസ്നി, ഓൻ വ്യഭിചരിക്കുകയാണെങ്കിൽ തുമ്മ യതൂബുല്ലാഹു അലൈഹി, അള്ളാഹുവിനോട് അവൻ തൗബ ചോദിച്ച് പക്ഷാതപിച്ച് ഖേദിച്ച് മടങ്ങി അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അള്ളാഹു തആല പക്ഷേ പൊരുത്തപ്പെട്ട് കൊടുത്തേക്കാം. തുമ്മ യതൂബുല്ലാഹു അലൈഹി, അള്ളാഹുവിൻ്റെ മേൽ തൗബ സ്വീകരിക്കും നിൽക്കുക. പക്ഷേ വഇന്ന സ്വാഹിബൽ ഗീബത്തി, ഗീബത്ത് പറഞ്ഞ ആള് ലാ യഗ്ഫറു ലഹു, അവർക്ക് പൊറുക്കപ്പെടുകയില്ല. ഹത്താ യഗ്ഫിറ ലഹു സ്വാഹിബു, ആരെക്കുറിച്ചാണോ ഏഷണി പറഞ്ഞത്, ആരെക്കുറിച്ചാണോ പറഞ്ഞുണ്ടാക്കിയെന്നല്ല, ഉള്ളത് പറഞ്ഞതിനാണ് ഗീബത്ത് അറിയാം. ഗീബത്ത് പറഞ്ഞാൽ പറഞ്ഞുണ്ടാക്കുക, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക എന്നല്ല, എല്ലാം തന്നെയാണ്. ഓനൊരു തെറ്റുകളൊക്കെ ഉണ്ടായതിന് ശേഷം ഉണ്ടായതന്നെ വിളിച്ച് പറയാം. ഒരാളില്ലാത്ത സമയത്ത് അയാളെ കുറവുകൾ പറയാം, അത് ഗീബത്ത് പറഞ്ഞാൽ. ഒരാളുടെ കുറവുകളും ന്യൂനതകളും അയാളില്ലാത്ത സമയത്ത് വിളിച്ച് പറയാം. അത് അയാളിലുള്ളതാണെങ്കിലും ശരി, അയാൾ ചെയ്ത തെറ്റാണെങ്കിലും ശരി, അയാളില്ലാത്തപ്പോൾ അത് വിളിച്ച് പറയാം, പരസ്യപ്പെട്ടതിനെ ഗീബത്ത് പറയാണ്. ഈ സംഗതി ആരെ പറ്റിയാണോ പറഞ്ഞത് അയാൾ പൊരുത്തപ്പെട്ടു കൊടുക്കാതെ അള്ളാഹ് നമുക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കൂലല്ലോ. വ്യഭിചരിച്ചാൽ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ കഴിഞ്ഞു. വ്യഭിചരിച്ച മനുഷ്യനെ പറ്റി നാട്ടിൽ പറഞ്ഞാലോ ഓൻ്റെ പൊറുക്കപ്പെടില്ല. എത്ര വിശേല ഒന്നുകൂടി മനസ്സിലാക്കുക. ഇപ്പം നമ്മുടെ നാട്ടിൽ അയാൾ വ്യഭിചരിച്ചു, അയാൾക്ക് സാഹചര്യം കൊണ്ട് തെറ്റ് ചെയ്തു പോയി, പിന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് തൗബ ചെയ്ത് പറഞ്ഞാൽ അള്ളാഹ് ഓൻ്റെ പൊരുത്തപ്പെട്ടു. ആ വ്യഭിചരിച്ച് പുറത്തറിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്? നാട്ടിലറിഞ്ഞ്, ഇജ്ജ് അറിഞ്ഞില്ലേ എന്താ അറിഞ്ഞത്? ഇന്നാളെ എൻ്റെ സ്ഥലത്ത് പിടിച്ചൊരു പെണ്ണിൻ്റെ ഒപ്പം ഓൻ അവിടെ ഇങ്ങനെ പോയതാണ്, ഓനെ മറ്റേ മോശപ്പെട്ട സംഗതിക്ക് പോയ ആളാണ് എന്ന് പറഞ്ഞാൽ ആ ചെയ്തവൻ്റെ പൊറുക്കപ്പെട്ടു, അത് പറഞ്ഞവൻ്റെ ഇപ്പോഴവിടെ ബാക്കിയാവും. വ്യഭിചരിക്കുക എന്നുള്ളത് വൻകുറ്റമല്ലല്ലോ. 7 വൻദോഷം ഉണ്ട് കേട്ടോ, 7 വൻദോഷം. ആ 7 വൻദോഷം ഉണ്ട് സബുൽ മുബിക്ക, അതിൽ പെട്ടതല്ല വ്യഭിചാരം. പക്ഷെ വ്യഭിചരിച്ച് എന്നൊരാളെ പറ്റി ഖദ്ഫ് പറഞ്ഞുണ്ടാക്കുക, അത് വൻദോഷമാണ്. ഖദ്ഫ്, വ്യഭിചാര ആരോപണം നടത്തുക, വ്യഭിചരിച്ചത് വിളിച്ച് പറയാം, അതാണ് ഖദ്ഫ് പറഞ്ഞാൽ. മറ്റൊരാൾ പറയാം, അങ്ങനെ തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ലാണോ ഓനെടുത്ത്, പിന്നെ ഇങ്ങനെ കേട്ട് പറയാൻ, അതിന് എന്താണ്? വൻകുറ്റമാണ്. വിചാരം, ആരോപണം വൻകുറ്റമാണ്. വ്യഭിചരിക്കൽ വൻകുറ്റം 7 വൻദോഷങ്ങളിൽ പെട്ടതുമല്ല. അതിനകത്ത് തെറ്റായി, ചെറിയ തെറ്റാന്നല്ല പറഞ്ഞത്, വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ എന്തല്ല, സബൽ മുബിക്കാത്ത് എന്ന് പറഞ്ഞ വലിയ വൻദോഷം എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവമുള്ള അതിൽ പെട്ടതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ, ഒരു മനുഷ്യനെ ഗീബത്ത് പറയുക എന്നുള്ളത് അത്രയും കഠിനമായ തെറ്റായ സംഗതിയാണ്.
നമ്മൾ ആരെ പറ്റി പറഞ്ഞു നിൽക്കുക. ഇപ്പോൾ രാഷ്ട്രീയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരെ പറയേണ്ടി വരും, തങ്ങന്മാരെ പറയേണ്ടി വരും, ആലിമ്യങ്ങളെ പറയേണ്ടി വരും. നമ്മളിപ്പോൾ ഒരിടത്ത് പോയിട്ട് മരിക്കണേ നമുക്ക് പൊരുത്തപ്പെടിച്ചോ? ഇല്ലല്ലോ. അവർ പൊരുത്തപ്പെടാതെ എങ്ങനെ അവിടെ നമുക്ക് പൊരുത്തപ്പെടുക? എത്ര ഗൗരവമുള്ള വിഷയമാണ്, എത്ര ഗൗരവമുള്ള വിഷയമാണ് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോൾ നമ്മുടെ നാട് ഇവിടെയാണ്, നമ്മൾ ചായപ്പീടിയിൽ നിന്ന് അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്ത് ആ തങ്ങൾ ശരിയല്ല, മൂപ്പര നിലപാട് തീരെ ശരിയില്ല, അയാളൊരു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ഗീബത്ത് പറഞ്ഞാൽ, ഉദാഹരണം, അല്ലെങ്കിൽ ആ പണ്ഡിതൻ എന്ത് പണ്ഡിതനാണ് മൂപ്പരൊക്കെ, മൂപ്പർ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മൾ ഗീബത്ത് പറഞ്ഞു, അതൊക്കെ നമ്മൾ ഒന്ന് പോകണമാണ്. അസ്തഗ്ഫിറുല്ലാഹ് പറയാം, പിന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരിക്കണതിന് മുമ്പ് അവരുടെ അടുത്ത് ചെന്നിട്ട് അവരെ കയ്യും കാലം പിടിച്ച് വരെ പോയിട്ട് മാപ്പ് വയ്ക്കണ്ടേ? ഇനി നമ്മൾ ചെയ്യൂലല്ലോ. നമുക്ക് അയാളെ പേരൻ എവിടെ അറിയില്ല, ആ മരണപ്പെട്ടു പോകും. വിചാരം അങ്ങനെയുള്ള അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? അതാണ് നബി തങ്ങൾ പറഞ്ഞത്, വിചാരത്തിനേക്കാൾ വലിയ ദൂരവ്യാപകമായ കുറ്റങ്ങൾ അവനക്ക് കിട്ടുന്ന ഒന്നാണ് ഗീബത്ത്. നമ്മളിത് വന്നു പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യണം. ഒന്നാമത്തെ ആകാശത്തിൽ തന്നെ അള്ളാഹു തആല ഏൽപ്പിച്ചിരിക്കുന്ന മലക്കിൻ്റെ പണി എന്ത് അമലെടുത്താലും ആ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തി കൊണ്ടുപോകുമ്പോൾ ഒന്നാമത്തെ ആകാശത്തിന് ചെക്ക് ചെയ്യണത് ഓൻ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അറിയിക്കണം. ഇപ്പോൾ നമ്മൾ തമിഴ്നാട് അങ്ങ് കിടക്കുമ്പോൾ അല്ലെങ്കിൽ കർണാടകയിൽ കിടക്കുമ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. അവിടെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ നമ്മൾ രേഖകളൊക്കെ റെഡിയാണെങ്കിലാണ് കടത്തി വിടുള്ളൂ. നമ്മൾ GST അത് ഇത് എന്തൊക്കെ ചരക്കുകളെ കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ നമ്മൾ ഏത് ഇബാദത്ത് നന്മ ചെയ്താലും ഇബാദത്തുകളൊക്കെ ആയിട്ട് ഒരു ദിവസത്തെ മുഴുവൻ ഇബാദത്തുകളും അള്ളാഹുവിലേക്ക് ആ ഇബാദത്ത് കൊണ്ടുപോകുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകൾ നമ്മളെ ഇബാദത്തുകൾ അമലുകളെ കൊണ്ടുപോകുമ്പോൾ ഒന്നാം ആകാശത്തിൽ ഗേറ്റ് കീപ്പർ ഉണ്ട്, വേറെ മലക്കുണ്ട്. അതിന് വിധങ്ങൾ അതീതാണ്. ആ മലക്ക് മറ്റുള്ള മലക്കാരുടെ അടുത്ത് നിന്ന് നമ്മളെ ഇബാദത്തിൻ്റെ ലിസ്റ്റ് ഇങ്ങോട്ട് വാങ്ങും, എന്നിട്ട് പരിശോധിക്കും കേട്ടോ. പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ അന്നത്തെ ദിവസത്തിൽ ആമ്പലിൽ ഒരുപാട് നന്മകരുണ്ടാവും. പക്ഷേ അന്ന് നമ്മൾ ആരെങ്കിലും ഗീബത്ത് അറിഞ്ഞണോ എന്നില്ല നോക്കും, എവിടെയെങ്കിലും ഗീബത്തുണ്ടോ അപ്പാണ്ട് പെട്ടു. ഇപ്പം നമ്മൾ SIRൻ്റെ തിരക്കിലാണ്, എല്ലാവരും ഫോം പൂരിപ്പിച്ചു കൊടുക്കണം. ബന്ധുവിൻ്റെത് മറ്റേത് 2002 നമ്പർ, ഈ നമ്പർ എപ്പിക്ക് നമ്പർ, ഇങ്ങനെ ഒരുപാട് പൂരിപ്പിക്കണം. നമുക്ക് ബേജാറെന്താ, ഒരു സ്പെല്ലിങ് പഴച്ചു പോയാലെങ്കിൽ ഒരു എന്തെങ്കിലും ഒന്ന് പഴച്ചു പോയാൽ പിടുത്തം ഭയങ്കര ബേജാറാണ്. എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അപ്പം തള്ളപ്പെടും. ഇതുപോലെ നമ്മൾ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, സൽക്കർമ്മങ്ങളുണ്ട്, വീടുണ്ടാക്കി കൊടുക്കണം, പള്ളിക്ക് കൊടുക്കണം, ഒക്കെ ഉണ്ട്. ഈ അമലുകളൊക്കെ ആയിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ മലക്കുകൾ കൊണ്ടുപോകും, ഉദ്യോഗസ്ഥന്മാരെ മലക്കുകൾ കൊണ്ടുപോകും, നമ്മുടെ അമലുകളൊക്കെ കൊണ്ടുപോകും. നമ്മൾ SIR പൂരിപ്പിച്ച് നമ്മൾ BLൻ്റെ ബൂത്ത് ലെവൽ ഓഫീസർ എടുത്ത് കൊടുത്തു. ഈ BLൻ്റെ കമ്പ്യൂട്ടറിൽ കയറ്റണം കേട്ടോ. ഉദാഹരണം ഇതുപോലെ എന്ത് ചെയ്യുക, നമ്മളെല്ലാ ഇബാദത്തും മലക്കുകൾ ഫയലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മലക്കുകൾ ഇനി എല്ലാ ദിവസവും അമലുകളുമായിട്ട് അള്ളാഹുവിലേക്ക് ഉയരുന്ന തിങ്കളാഴ്ച വ്യാഴാഴ്ച കമ്പനി ഉയർത്തപ്പെടുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ ആകാശത്തെ മലക്ക് ആ ഫയൽ വാങ്ങിയിട്ട് പരിശോധിക്കണം. എന്താ പറയുക, ആന സ്വാഹിബുൽ ഗൈബ, ഞാൻ പരിശോധിക്കട്ടെ ഇവൻ്റെ ആ ദിവസത്തിൽ ഗൈബത്ത് വന്നു പോയിട്ടുണ്ടോ ഞാൻ പരിശോധിക്കട്ടെ. അതുണ്ടെങ്കിൽ ഒക്കെ ഉണ്ട് വെട്ടുന്ന, അത്രയും ഗൗരവമാണ്. ഇപ്പം പറയേണ്ടായ കാരണം എന്താ, ഓരോ വാർഡിലും ഒരു വാർഡ്, നമ്മൾ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഡല്ല, മനസ്സിലാക്കണം. ഇത് ഗ്രാമസഭയാണ് അല്ലെങ്കിൽ ഗ്രാമസഭ, നഗരസഭ, ഏറിപ്പോയ നിയമസഭ, ഇനി ലോകസഭ, രാജ്യസഭയ്ക്ക് എത്തും. മഹ്ശറാ സഭയാണ് ഏറ്റവും വലിയ സഭാത ബോധ്യം നമുക്ക് വേണം. ഈ വാർഡിലും ഗ്രാമസഭയും നിയമസഭയും നഗരസഭയും രാജ്യസഭയൊക്കെ കഴിഞ്ഞിട്ടൊരു സഭ നമുക്കുണ്ട്. അത് മഹ്ശറാ വൻ സഭയാണ്. അവിടേക്കായിരിക്കണം നമുക്ക് സീറ്റ് കിട്ടേണ്ടത്, അവിടെ ആയിരിക്കണം നമുക്ക് വിജയിക്കാൻ സാധിക്കേണ്ടത്. ഈ ഇടാവട്ടം വാർഡിൽ കിട്ടാൻ വേണ്ടിയിട്ട് മനുഷ്യനെ പറ്റി ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കി ഇല്ല തന്നെ പറയാം. ഇതിനാണ് ഗീബത്ത് തരാം. ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുന്നതിന് ഖദ്ഫ്, ഖദിബ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ ഹദീസ് നമ്മൾ എപ്പോഴും ഓർക്കുക, എന്ത്, അൽ ഗീബത്തു അശദ്ദു മിനസ്സിന, വ്യഭിചാരം എന്ന തെറ്റിനേക്കാൾ കഠോരമാണ് മറ്റൊരുത്തൻ്റെ പച്ചർച്ചി തിന്നല്. നമ്മളടുത്തൊക്കെ വന്നു പോയിട്ടുണ്ടാകും, നമ്മളാരും തേഞ്ഞതല്ല. അള്ളാഹു നമുക്ക് വിട്ടുപുറത്തും മാപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.